ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ് മാക്സിമം അവർ തമ്മിൽ തന്നെ സംസാരിച്ച് തീർപ്പുണ്ടാക്കാൻ നോക്കുക. പിന്നെ സ്വാഭാവികമാണ് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം രണ്ടാളും രണ്ട് കുടുംബങ്ങളിൽ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന വ്യക്തികളാണ്. അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ശീലിച്ചു വന്ന പല കാര്യങ്ങളുണ്ടാവും, അവർക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, ഒരേപോലെ ഒരിക്കലും ഉണ്ടാകില്ല, പലതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരാൾ മറ്റാളത് മനസ്സിലാക്കി അല്ലെങ്കിൽ പരസ്പരം ഒരു ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ ലൈഫും അടിപൊളിയായി വരിക. അപ്പോൾ എത്ര അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ഈ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തീർപ്പാക്കേണ്ടത് അവർ രണ്ടുപേരും തമ്മിലാണ്. കാരണം അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് അവരെക്കുറിച്ച് നന്നായി അറിയുന്നത്. പരസ്പരം അവരുടെ ന്യൂനതകളും അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരുടെ ത്രെഡ്സും ചാലഞ്ചസും ഒക്കെ നന്നായിട്ട് അറിയുന്നത് ഇവർ രണ്ടുപേർക്ക് മാത്രമാണ്. പുറത്തുനിന്ന് ഒരാൾക്കും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ കൗൺസിലിങ്ങിന് പോകാറുണ്ട്, അല്ലെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ട്. അവർക്ക് പോലും നിങ്ങൾക്കൊരു ക്യൂർ ആയിട്ട് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരാൻ കഴിയില്ല. അവർക്ക് എന്തരാൻ മാത്രമേ കഴിയുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് നൽകാനേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിനോട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും ഒരു കൗൺസിലറിനോ സൈക്കോളജിസ്റ്റിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല.